നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ 60ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എക്സിബിഷൻ ആരംഭിച്ചു. തൊടുപുഴ MLA PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ജീവനക്കാരും അധ്യാപകരും തൊടുപുഴയിൽ നടത്തിയ ഇടുക്കി ജില്ലാ മാർച്ചിൽ പ്രതിഷേധം അലയടിച്ചു. മാർച്ചിൽ 100 കണക്കിന് ജീവനക്കാരും അധ്യാപകരും അണിനിരന്നു. ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃയോഗം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. യോഗം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് വെങ്ങല്ലൂർ ആരവല്ലിക്കാവിൽ വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വിശ്വ ഹിന്ദു പരിഷത്ത് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് K. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ 60ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എക്സിബിഷൻ ആരംഭിച്ചു. തൊടുപുഴ MLA PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജുമോൾ തോമസ് സ്വാഗതം ആശംസിച്ചു. മാനേജർ റവറന്റ് ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. എയറോനോട്ടിക്കൽ സിസ്റ്റം മുൻ ഡയറക്ടർ ഡോക്ടർ ടെസി തോമസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ചരിത്രരേഖകൾ, നാണയം, പൈതൃക വസ്തുക്കൾ തുടങ്ങി വിവിധ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രദർശനം ഒരുക്കിയിട്ടുണ്ട്. 26-ന് എക്സിബിഷൻ സമാപിക്കും. ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന എക്സിബിഷന് തുടക്കമായി. കോളേജിലെ മാർ പോത്തനമൊഴി ഹാളിൽ വെച്ച് PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ആധുനികമായ കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് എല്ലാവരും എല്ലാ ഭാവങ്ങളും നേടി സയൻറ്റിസ്റ്റ് മാനേജർ റവറന്റ് ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. എയറോനോട്ടിക്കൽ സിസ്റ്റം മുൻ ഡയറക്ടർ ഡോക്ടർ ടെസി തോമസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. We all say the prosperity of a country or the development of a country is judged by the prosperity with respect to the science and technology development of the country. I would just like to narrate a journey of the science and technology development in our country. When I, after completing my engineering, joined for the DRDO, we had hardly any infrastructure or scientific capability within the country. Like we were all assigned by Dr. APJ Abdul Kalam, who was the director of our DRDO lab at that point of time. He envisioned 5 missile projects, which includes the tactical as well as the strategic Dagni class of missiles. We were given the task of development of such systems when the country didn't have any capability, not even manufacturing capability, not even the materials required for this development. സെന്റ് അലോഷ്യസ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് പോത്തനമൊഴി അനുസ്മരണ പ്രഭാഷണം നടത്തി. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ്, ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി ഡോക്ടർ പോൾ പാറത്താഴം, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാജു എബ്രഹാം, ഡയമണ്ട് ജൂബിലി കൺവീനർ ബിജു പീറ്റർ, ബർസാർ ഫാദർ ബെൻസൺ N. ആന്റണി, കോളേജ് യൂണിയൻ ചെയർമാൻ ജോസ്മോൻ സിജോ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. കോളേജിലെ ഹിസ്റ്ററി, മലയാളം, ഇംഗ്ലീഷ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, എക്കണോമിക്സ്, കൊമേഴ്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സൈക്കോളജി, ബോട്ടണി, സുവോളജി, ഫിസിക്സ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിലാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസ് സ്വാഗതവും എക്സിബിഷൻ കൺവീനർ ഡോക്ടർ എൽദോ K. തോമസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അയോധ്യ പ്രാണപ്രതിഷ്ഠയോട് അനുബന്ധിച്ച് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ചടങ്ങ് സംഘടിപ്പിച്ചു. വിവിധ ഹൈന്ദവ സംഘടനകളുടെയും ക്ഷേത്രത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് രാമായണ പാരായണം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തിയത്. രാവിലെ 10 മണിയോടെ ശ്രീരാമ വിജയമന്ത്രം ഉരുവിട്ടുകൊണ്ടാണ് അയോധ്യയിലെ ശ്രീരാമ പ്രതിഷ്ഠാ ദിനത്തെ ഭക്തജനങ്ങൾ വരവേറ്റത്. തുടർന്ന് മേതിരി ഹരിദാസ് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ രാമായണവും ഭജനയും നടത്തി. 11 മണിയോടെ കർസേവകരെ ആദരിക്കുന്നത് ഉൾപ്പെടെയുള്ള ചടങ്ങുകളും അരങ്ങേറി.
വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ വേണുഗോപാൽ പരിചയപ്പെടുത്തി. കുറുമ്പലത്ത് വീട്ടിൽ ലക്ഷ്മിയമ്മ, പ്രദീപ് കുമാർ, രാജീവൻ എന്നിവരെ VHP മാതൃശക്തി സംസ്ഥാന സമിതി അംഗം ലളിത ശ്രീകുമാർ, KS സോമനാഥ്, AG അമ്പിക്കുട്ടൻ എന്നിവർ യഥാക്രമം ഷാളുകൾ അണിയിച്ചാണ് ആദരിച്ചത്. BJP യുവമോർച്ച ജനറൽ സെക്രട്ടറി ശ്യാംരാജ് ഭക്തർക്ക് അഭിവാദ്യം അർപ്പിച്ചു. കർസേവകർ തങ്ങളുടെ അനുഭവങ്ങളും പങ്കുവച്ചു. 12 മണി മുതൽ വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിച്ച പ്രതിഷ്ഠാ ചടങ്ങുകളുടെ ലൈവിലും ഭക്തിപൂർവ്വം ഭജന ചൊല്ലി പങ്കെടുത്തു. ശ്രീരാമലല്ലയുടെ വിഗ്രഹം ദർശിച്ച ഭക്തർ സന്തോഷാശ്രുക്കൾ പൊഴിച്ചായിരുന്നു ചടങ്ങുകൾക്ക് സാക്ഷിയായത്. ലഡു പായസ വിതരണത്തിനൊടുവിൽ ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ടും കഴിച്ചാണ് ഭക്തർ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ജീവനക്കാരും അധ്യാപകരും തൊടുപുഴയിൽ നടത്തിയ ഇടുക്കി ജില്ലാ മാർച്ചിൽ പ്രതിഷേധം അലയടിച്ചു. മാർച്ചിൽ 100 കണക്കിന് ജീവനക്കാരും അധ്യാപകരും അണിനിരന്നു. തുടർന്ന് നടന്ന ധർണ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി PS സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ പങ്കെടുത്തു. സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക, കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജീവനക്കാരും അധ്യാപകരും ആക്ഷൻ കൗൺസിലിന്റെയും സമരസമിതിയുടെയും നേതൃത്വത്തിൽ ജില്ലാ മാർച്ച് നടത്തി. തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ നിന്നും പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിന് മുമ്പിലേക്ക് നടത്തിയ ജില്ലാ മാർച്ചിൽ 100 കണക്കിന് ജീവനക്കാരും അധ്യാപകരും അണിനിരന്നു. തുടർന്ന് നടന്ന ധർണ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി PS സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. എനിക്കും നിങ്ങൾക്കും ബോധ്യമുള്ളതുപോലെ ഈ നാടിന് ബോധ്യപ്പെടണം. എങ്ങനെയാണ് സിവിൽ സർവീസ് ഉണ്ടായത്? ഈ രാജ്യത്ത് സ്വാതന്ത്ര്യാനന്തരം ഈ നാടിൻ്റെ അന്നത്തെ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി രാജ്യഭരണത്തെ കാലശേഷം സർവ്വതും നഷ്ടപ്പെട്ട, സമ്പത്ത് മൊത്തം കൊള്ളയടിക്കപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ ശൂന്യമായ ഖജനാപുരകളിൽ ഈ നാടിലെ പാവപ്പെട്ട മനുഷ്യൻ പട്ടിണി കൊണ്ട് മരിക്കുമ്പോൾ, ഈ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യൻ വിശന്ന് തൻ്റെ കിടക്കാൻ പോലും ഇടമില്ലാതെ തെരുവുകളിൽ കഴിയുന്ന ഒരു കെട്ടകാലം. ആ കെട്ടകാലത്തിൽ അധികാരത്തിൽ വന്ന ദീർഘദർശിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ഭരണാധികാരികൾ, അവർക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. അവർ ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കപ്പെടുന്ന ഘട്ടത്തിലും ഉടുക്കാൻ തുണിയില്ലാത്ത മനുഷ്യന് വസ്ത്രം കൊടുക്കുന്നതും കഴിക്കാൻ ആഹാരമില്ലാത്ത മനുഷ്യനെ പട്ടിണിക്കിടാതെ അന്നം കൊടുക്കുന്നതുമായിരിക്കണം ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന്, ഉദാത്തമായ ലക്ഷ്യമെന്ന് മനസ്സിൽ കണ്ട് അതിനുവേണ്ടി ഈ നാടിൻ്റെ രാജ്യത്തിൻ്റെ വികസനങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ സേവന മേഖലയെ ഉണ്ടാക്കണമെന്നും അത് നാടിലെ ഒരു പൊതുബോധത്തിലേക്ക് സിവിൽ സർവീസ് വരണമെന്നും ആഗ്രഹിച്ചവർ, ആരോഗ്യ മേഖലയെ പാവപ്പെട്ട മനുഷ്യന് കയ്യെത്തും ദൂരത്താവണമെന്ന് ആഗ്രഹിച്ചവർ, ഈ നാട്ടിലെ പിറന്നു വീഴുന്ന മനുഷ്യരെല്ലാം പ്രാഥമികമായ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ആഗ്രഹിച്ച മനുഷ്യർ, അവിടെ നിന്നാണ് ഈ സിവിൽ സർവീസിന്റെ ആരംഭം. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം D ബിനിൽ അധ്യക്ഷനായി. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി P സുരേഷ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TM ഹാജറ, ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് KV സാജൻ, KGOF ജില്ലാ സെക്രട്ടറി ഡോക്ടർ നിഷാന്ത് M പ്രഭ,
KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം AM ഷാജഹാൻ, KGOA ജില്ലാ സെക്രട്ടറി റോബിൻസൺ ബി ജോസ്, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം R ബിജുമോൻ, ജില്ലാ സെക്രട്ടറി KS രാഗേഷ്, KGNA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MR രജനി എന്നിവർ പ്രസംഗിച്ചു. ആക്ഷൻ കൗൺസിൽ കൺവീനർ CS മഹേഷ് സ്വാഗതവും FSCTO ജില്ലാ പ്രസിഡന്റ് KR ഷാജിമോൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃയോഗം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് CP മാത്യുവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റ് ഇലക്ഷന് മുന്നോടിയായി ഇടുക്കി ജില്ലയിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കുന്നതിനുമായിട്ടാണ് കോൺഗ്രസ് നേതൃത്വ യോഗം തൊടുപുഴ സിസിലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത്. മണ്ഡലം കമ്മിറ്റി തലം മുതൽ DCC തലം വരെയുള്ള നേതാക്കളും ജില്ലയിൽ നിന്നുള്ള KPCC ഭാരവാഹികളും നേതൃയോഗത്തിൽ പങ്കെടുത്തു. DCC പ്രസിഡന്റ് CP മാത്യുവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റികൾ കൂടി ബൂത്ത് കമ്മിറ്റികളുടെ ഡേറ്റ് തീരുമാനിക്കുക. ബൂത്ത് കമ്മിറ്റികൾ കൂടുക. എല്ലാ ബൂത്ത് കമ്മിറ്റിയിൽ നിന്നും 20-നും 30-നും ഇടയിലുള്ള ആളുകൾ പങ്കെടുക്കുക. ഇത്രയും പറഞ്ഞല്ലോ. ചേരാത്ത ബൂത്ത് കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ആരും വരാത്ത ബൂത്ത് കമ്മിറ്റിയുടെ നമ്പർ തന്നേക്കാൻ പറയേണ്ടിയിരിക്കും. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാമെന്നറിയില്ല. 175 ബൂത്ത് കമ്മിറ്റിയും കൂടി 175 ബൂത്ത് കമ്മിറ്റിയിൽ നിന്ന് ആളും വന്നു. 15 ബൂത്ത് കമ്മിറ്റിയിൽ നിന്ന് മാത്രമാണ് 10 താഴെ ആൾ വന്നത്. അതെൻ്റെ കയ്യിൽ കിടക്ക്. 10 താഴെ ആൾ വന്നു. മുഖ്യമന്ത്രി നടത്തിയ കുടുംബശ്രീക്കാരെ കൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിക്കാരെ കൊണ്ട് നടത്തിയ പരിപാടിയെക്കാളും കൂടുതൽ ആളുകൾ നമുക്ക് വന്നു. നടത്തിയ ആളുകൾ എന്തുകൊണ്ടാണ്? ആ ബൂത്ത് കമ്മിറ്റികൾ നന്നായി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടാണ്. അപ്പോൾ അവർ വോട്ടർ പട്ടികയിൽ പേര് കേൾക്കുന്നുണ്ടാണ്. നമുക്ക് എല്ലാ തെരഞ്ഞെടുപ്പും ജയിക്കണമെങ്കിൽ. യോഗത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, നേതാക്കളായ S അശോകൻ, റോയ് K പൗലോസ്, ജോയി വെട്ടിക്കുഴി, AP ഉസ്മാൻ, നിഷ സോമൻ, EM ആഗസ്തി, ജോയി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സിബാസ് സെന്റർ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചോല സപ്തദിന സമൂഹ സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് വിളംബര ഘോഷയാത്രയും സംഘടിപ്പിച്ചു. സിബാസ് സെന്റർ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ചോല സപ്തദിന സമൂഹ സഹവാസ ക്യാമ്പിന് തുടക്കമായി. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന കോഴ്സുമായി സമൂഹത്തിൽ സാധാരണ വിദ്യാഭ്യാസം നമ്മൾ നമ്മളിലേക്ക് ചെല്ലുന്നു കഴിഞ്ഞാൽ നമുക്ക് പൊതുസമൂഹത്തെക്കുറിച്ച് യാതൊരു ധാരണയുണ്ടാവും. പൊതുസമൂഹം അംഗീകരിക്കുന്ന വിഷയം നമ്മുടെ ക്യാമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പെരിയാർ ഉൾപ്പെടെ അല്ലെങ്കിൽ അത്ര മേഖലകൾ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കും. തങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കുക. കാരണം ഈ പ്രകൃതിക്ക് പ്രത്യേക സൗന്ദര്യം, പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയ്ക്ക് അതിനെ പരിപാലിച്ച് മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്വം നമുക്കറിയാം. നമ്മൾ മഴക്കാലം കഴിഞ്ഞു ശൈത്യകാലത്തിലേക്ക് എടുത്തു. ഇന്നൊക്കെ ഉച്ചയ്ക്ക് ഇന്നലെയൊക്കെ തെളിയുന്ന വെയിൽ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതി. കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യത്യാസം പ്രകൃതിയെ നമ്മൾ ഏൽപ്പിക്കുന്ന മുറിവുകളാണ്. നമ്മുടെ നാടിങ്ങനെ പച്ച വിരിച്ച് ഒരു കുട പോലെ നമ്മളെ ഇങ്ങനെ സംരക്ഷിച്ച് കാത്തു നിൽക്കുമ്പോൾ അതിനെ പരിപാലിച്ച് മുന്നോട്ട് പോവുകയും അതിനെക്കുറിച്ച് പഠനം നടത്തുകയും ചെയ്യേണ്ടത് വളരെ അനിവാര്യതയിൽപ്പെട്ടതാണ്. ഇതിന്റെ ഭാഗമായി കോളേജിൽ നിന്നും മങ്ങാട്ടുകവലയിലേക്ക് വിളംബര ഘോഷയാത്ര നടത്തി. NSS കോർഡിനേറ്റർ മാഹിൻ ഗാലിയർ അധ്യക്ഷനായി. 29 വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ നിരവധി സാമൂഹ്യ സേവന സാംസ്കാരിക പരിപാടികളും ലഹരി മാലിന്യമുക്ത ക്യാമ്പയിനുകളും നടത്തും. സിറ്റിയുടെ ചുണ്ടുകുട്ടികൾ സംഘടിപ്പിച്ച ചോലക്കാലത്തിലേക്ക് തൊടുപുഴ നിവാസികളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഘോഷയാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടുപിറകിലായി അനേകായിരം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. തൊടുപുഴ നിവാസികളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഘോഷയാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
കേരള സാഹിത്യവേദിയുടെയും കാഞ്ഞിരമറ്റം ഗ്രാമീണ വായനശാലയുടെയും ആഭിമുഖ്യത്തിൽ സാഹിത്യ സമ്മേളനവും പുസ്തകാസ്വാദനവും നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം SG ഗോപിനാഥ് യോഗം ഉദ്ഘാടനം ചെയ്തു. സാഹിത്യവേദി ജില്ലാ പ്രസിഡന്റ് വിൽസൺ ജോൺ അധ്യക്ഷത വഹിച്ചു. നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള സാഹിത്യവേദിയും കാഞ്ഞിരമറ്റം ഗ്രാമീണ വായനശാലയും സംയുക്തമായി സാഹിത്യ സമ്മേളനവും പുസ്തകാസ്വാദനവും നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം SG ഗോപിനാഥ് യോഗം ഉദ്ഘാടനം ചെയ്തു. കവിതയെക്കുറിച്ച്, ഈ പുസ്തകത്തെക്കുറിച്ച്, കവിയെക്കുറിച്ച് അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഈ ഒരാൾക്ക് ആവർത്തിച്ചെടുക്കാത്ത രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ആസ്വാദനം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ശ്രീ സുരേഷ് കക്കാട് ആണ്. കവിത ഓരോ കവിതയും അദ്ദേഹം വായിക്കുകയും ആ കവിതയെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, അദ്ദേഹം കണ്ടുപിടിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കവിത വായിച്ച് മനസ്സിലാക്കുവാൻ ഈ അവതാരികയും ഈ ആസ്വാദനവും നമുക്ക് കൂടുതൽ. സാഹിത്യവേദി ജില്ലാ പ്രസിഡന്റ് വിൽസൺ ജോൺ അധ്യക്ഷനായി. പ്രശസ്ത കവി VK സുധാകരൻ രചിച്ച പറകായ പ്രവേശം എന്ന കവിതാ സമാഹാരത്തിന്റെ പുസ്തകാവതരണം കേരള സാഹിത്യവേദി സംസ്ഥാന സെക്രട്ടറിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ മേമുറി ശ്രീനിവാസൻ നിർവഹിച്ചു. ചടങ്ങിൽ VK സുധാകരനെയും മേമുറി ശ്രീനിവാസനെയും പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ഇന്ദിര രവീന്ദ്രൻ, മിനി റജി, അജിത സത്യൻ, ജോർജ് മുഞ്ഞനാടൻ, രമ P നായർ, കൗസല്യ കൃഷ്ണൻ, കാർത്യാനി കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഫാസിൽ അതിരമ്പുഴ, ശശികല സുരേഷ് തുടങ്ങിയവർ കവിതകൾ അവതരിപ്പിച്ചു. സാഹിത്യവേദി ജില്ലാ സെക്രട്ടറി രാജൻ തെക്കുംഭാഗം സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് സജിത ഭാസ്കർ നന്ദിയും പറഞ്ഞു. അരിമണിയും അരുളപ്പാടൊഴുകയായി കനലരിയും കരളും പേരി മഴ പൊഴിയും മിഴിയും മൂടി കരിമൂടിയ കല്ലായി ഞാനി കോവിലി മൂകവിരിക്കൂ തിരുമുറ്റത്തലയാത്തണലിൽ തിരുമൊഴികൾ ചെവിയോർത്തെന്നുടെ ചെറുമക്കളിലെന്നതു കണ്ടൊരു ചെറുകാറ്റായി ചെറുവീർപ്പായി ചെറുകാറ്റിറങ്ങി എന്തേ കാണുവതെന്തേ ചോരക്കളമെഴുതിയതോ തിരുനടയെത്തി തൊഴുതുവലം വച്ചിരുപുറമരും ദേവതമാരെ തനുവും മനവും കുളിരെ തൊഴുതു പിരിഞ്ഞവർ തെരുവിൽ പലരും കാണെ പോരാടുവതെന്തേ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോട് അനുബന്ധിച്ച് വെങ്ങല്ലൂർ ആരവല്ലിക്കാവിൽ വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വിശ്വ ഹിന്ദു പരിഷത്ത് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് K ശ്രീകുമാർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. തപസ്യ സംസ്ഥാന സമിതി അംഗം VK ബിജു മുഖ്യപ്രഭാഷണം നടത്തി. കർസേവകൻ KS അജിയുടെ മാതാവ് പത്മാവതി അമ്മ, അയോധ്യ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജയിൽവാസം അനുഷ്ഠിച്ച VN ഷൺമുഖൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. राम जय जय राम, श्री 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 राम जय जय राम. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് വെങ്ങല്ലൂർ ആരവല്ലിക്കാവിൽ സമൂഹ പ്രാർത്ഥന, മധുരപലഹാര വിതരണം, പ്രഭാഷണം, പ്രതിഷ്ഠാ ലൈവ് സംരക്ഷണം, കർസേവകരെ ആദരിക്കൽ, ചുറ്റുവിളക്ക് ദീപാരാധന, കരിമരുന്ന് പ്രയോഗം, പ്രസാദമൂട്ട് എന്നിവ നടത്തി. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം വിശ്വ ഹിന്ദു പരിഷത്ത് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് K ശ്രീകുമാർ നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു. തപസ്യ സംസ്ഥാന സമിതി അംഗം VK ബിജു മുഖ്യപ്രഭാഷണം നടത്തി. അയോധ്യയിലെ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ നമ്മുടെ ഇവിടെ നിന്നാണെങ്കിലും നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ KS അജി ഉൾപ്പെടെ ഉള്ള ആളുകൾ അയോധ്യയിൽ കർസേവയ്ക്ക് പോവുകയും അതിന് മുന്നോടിയായിട്ട് നമ്മൾ ശ്രീരാമശിലയുമായി മലയാളത്തിൽ ജയ് ശ്രീരാം എന്നെഴുതിയ ശിലകളുമായി കേരളത്തിലെ നമ്മുടെ ഗ്രാമങ്ങളിലെ ഓരോ ഹൈന്ദവ ഭവനങ്ങളിലും കൂടി കയറി ഇറങ്ങി ആ ശിലകളെല്ലാം അയോധ്യയിൽ കൊണ്ടെത്തിക്കുകയും ഇപ്പോൾ നമ്മൾ നിർമ്മാണം നടത്തുന്ന ആ ക്ഷേത്രത്തിൻ്റെ അടിത്തറയിൽ ഈ ശിലകളെല്ലാം അവിടെ പാകിയിരിക്കുകയാണ്. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് D അനിൽകുമാർ, RSS വിഭാഗ സേവാ പ്രമുഖ് PR ഹരിദാസ്, BMS സംസ്ഥാന സെക്രട്ടറി CB വർഗീസ്, ആരവല്ലിക്കാവ് ശാഖാ കാര്യവാഹ് MA മണി, മുഖ്യ ശിക്ഷക് B സാബു,
BJP നിയോജകമണ്ഡലം സെക്രട്ടറി രമേശ് ബാബു, അമൃത, സിന്ധു, ശ്രീകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കർസേവകൻ KS അജിയുടെ മാതാവ് പത്മാവതി അമ്മ, അയോധ്യ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജയിൽവാസം അനുഷ്ഠിച്ച VN ഷൺമുഖൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സ്പോർട്സ് ഉച്ചകോടിക്ക് അഭിവാദ്യം അർപ്പിച്ച് ജില്ലാ അക്വാറ്റിക് അസോസിയേഷന്റെയും കോടിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ വണ്ടമെറ്റത്ത് ദീപശിഖ പ്രയാണം നടത്തി. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. അക്വാറ്റിക് സെന്ററിനോടനുബന്ധിച്ചുള്ള നവീകരിച്ച ഷട്ടിൽ ബാഡ്മിന്റൺ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം കേരള ബാഡ്മിന്റൺ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സൈജൻ സ്റ്റീഫൻ നിർവഹിച്ചു. വാർഡ് മെമ്പർ പോൾസൺ മാത്യു അധ്യക്ഷത വഹിച്ചു. ജനുവരി 23 മുതൽ 26 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര സ്പോർട്സ് ഉച്ചകോടിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ജില്ലാ അക്വാട്ടിക് അസോസിയേഷന്റെയും കോടിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ദീപശിഖ പ്രയാണവും നീന്തൽ മത്സരവും ഷട്ടിൽ ബാഡ്മിന്റൺ മത്സരവും നടത്തി. ദീപശിഖ പ്രയാണവും പൊതുസമ്മേളനവും കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. അക്വാട്ടിക് സെന്ററിനോടനുബന്ധിച്ചുള്ള നവീകരിച്ച ഷട്ടിൽ ബാഡ്മിന്റൺ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം കേരള ബാഡ്മിന്റൺ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സൈജൻ സ്റ്റീഫനും നിർവഹിച്ചു. വാർഡ് മെമ്പർ പോൾസൺ മാത്യു അധ്യക്ഷനായിരുന്നു. കേരള അക്വാട്ടിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബേബി വർഗീസ് സ്വാഗതം ആശംസിച്ചു. സെക്രട്ടറി MS പവനൻ ആമുഖ പ്രസംഗം നടത്തി. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ അംഗം K ശശിധരൻ, ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ പ്രസിഡന്റ് ജോയി ജോസഫ്, സെക്രട്ടറി അലൻ ബേബി, രാജീവ് വാസു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോടിക്കുളം. ഏഷ്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്ന മൂലമറ്റത്ത് പ്രാദേശിക മാധ്യമ പ്രവർത്തകർ ചേർന്ന് പ്രസ് ക്ലബ്ബ് രൂപീകരിച്ചു. ക്ലബിന്റെ ഉദ്ഘാടനം 26-ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. പ്രസിഡന്റ് സോമി മുണ്ടയ്ക്കൽ അധ്യക്ഷത വഹിക്കും. അറക്കുളം, കുടയത്തൂർ, വെള്ളിയാമറ്റം, ആലക്കോട്, മുട്ടം പഞ്ചായത്തുകളിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കാണ് അംഗത്വം നൽകിയിട്ടുള്ളത്. പ്രാദേശിക മാധ്യമ പ്രവർത്തകർ ചേർന്ന് മൂലമറ്റം കേന്ദ്രമാക്കി രൂപീകരിച്ച പ്രസ് ക്ലബ് 26-ന് വൈകിട്ട് 4-ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ക്ഷണിക്കപ്പെട്ട വ്യക്തികൾ പങ്കെടുക്കുന്ന യോഗത്തിൽ പ്രസിഡന്റ് സോമി മുണ്ടയ്ക്കൽ അധ്യക്ഷനാകും. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ MJ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തും. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KS വിനോദ്, ഇന്ദു ബിജു, ജാൻസി മാത്യു, ഉഷ വിജയൻ, ഷേർലി അഗസ്റ്റിൻ, ജില്ലയിലെ വിവിധ പ്രസ് ക്ലബ് ഭാരവാഹികൾ, പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ KV കുര്യാക്കോസ്, CI-മാരായ സന്തോഷ് സജീവ്, സോൾജി മോൻ, പ്രിൻസ് ജോസഫ്, മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ, സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുക്കും. അറക്കുളവും ഇതിനോട് ചേർന്നുള്ള 4 പഞ്ചായത്തുകളുടെയും പ്രാദേശിക ലേഖകരുടെ കൂട്ടായ്മ മൂലമറ്റത്ത് പ്രസ് ക്ലബ് ആരംഭിക്കുകയാണ്. ജനുവരി 26-ന് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അവരുടെ പ്രസിഡന്റിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം MJ ജേക്കബ് അവറുകൾ മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാരായ ഇന്ദു ബിജു, ഷേർലി അഗസ്റ്റിൻ, ജാൻസി മാത്യു, ഉഷ വിജയൻ, KS വിനോദ് തുടങ്ങിയവർ സംബന്ധിക്കും. വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ക്ഷണിക്കപ്പെട്ട വ്യക്തികൾ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. പത്ര, ദൃശ്യ, ശ്രാവ്യ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെട്ടതാണ് കൂട്ടായ്മ. അറക്കുളം, കൊടിയത്തൂർ, വെള്ളിയാമറ്റം, ആലക്കോട്, മുട്ടം പഞ്ചായത്തുകളിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കാണ് അംഗത്വം നൽകിയിട്ടുള്ളത്. തൊടുപുഴയിലെ മറ്റിടങ്ങളിൽ നിന്നുള്ള പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കും പിന്നീട് അംഗത്വം നൽകും. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. മക്കൾ അമ്മയെ ഉപേക്ഷിച്ച സംഭവത്തിൽ മക്കൾക്കെതിരെ കേസെടുത്തു. മുതിർന്ന പൗരന്മാരെയും മാതാപിതാക്കളെയും അവഗണിക്കുന്ന വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവശയായതിനെ തുടർന്ന് ആശുപത്രിയിൽ കഴിയവേ നിര്യാതയായ കുമളി അട്ടപ്പള്ളം സ്വദേശിനി അന്നക്കുട്ടിയുടെ മക്കളായ കുമളി കേരള ബാങ്ക് ജീവനക്കാരൻ സജി, സഹോദരി സിജി എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. മക്കൾ ഉപേക്ഷിച്ച അന്നക്കുട്ടി രോഗശയ്യയിലായി കോട്ടയം മെഡിക്കൽ കോളേജിൽ ശനിയാഴ്ച രാവിലെയാണ് മരിച്ചത്.
പോലീസും നാട്ടുകാരും വാർഡ് മെമ്പറും അടക്കമുള്ളവരുടെ സഹായത്തോടെ വെള്ളിയാഴ്ചയാണ് അന്നക്കുട്ടിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ എത്തിച്ച ശേഷം SI പലതവണ മകനെ വിളിച്ചെങ്കിലും നായയ്ക്ക് ചോറ് കൊടുക്കാനുണ്ടെന്ന മറുപടിയാണ് ലഭിച്ചത്. കുമളി അട്ടപ്പളം സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ സംസ്കാരത്തിന് മുൻപ് കുമളി ബസ് സ്റ്റാൻഡിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതികദേഹത്തിൽ നൂറുകണക്കിന് ആളുകൾ അന്ത്യോപചാരം അർപ്പിച്ചു. പള്ളിയിലെ സംസ്കാര ചടങ്ങുകൾ തീരും വരെ ജില്ലാ കളക്ടറും സബ് കളക്ടറും കുമളി SI ലിജോ പി മാണിയുടെ നേതൃത്വത്തിലുള്ളവരും പങ്കെടുത്തപ്പോൾ മകൻ ജനക്കൂട്ടത്തിന് പിമ്പിൽ നിന്ന ശേഷം പൊതുജനങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനിടെ അവരിൽ ഒരാളായി അവർക്കിടയിലൂടെ സ്വന്തം അമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. കേസിൽ നിന്നും തടിയൂരാനാണ് സംസ്കാര ചടങ്ങിന് മകൻ എത്തിയതെന്നാണ് ജനസംസാരം. 1-ാം മൈലിലെ സ്ഥലം വിറ്റ തുക അമ്മ വീതം വെച്ചതിലുള്ള പ്രതിഷേധമാണ് മകൻ പ്രകടിപ്പിച്ചതെന്ന് പറയുന്നു. മാതാപിതാക്കളെ ഉപേക്ഷിക്കുകയാണെങ്കിൽ 3 മാസം ആണ് ഈ കേസിലേക്ക് ശിക്ഷ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവർക്കെതിരെ കളക്ടർക്ക് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഈ മക്കൾ രണ്ടുപേർക്കെതിരെയാണോ അതോ? രണ്ടുപേർക്കെതിരെയാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. ഈ പോലീസ് തമ്മിൽ ഒരു ഏറ്റെടുക്കാൻ സാഹചര്യം എങ്ങനെയായിരുന്നു? ഇത് കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് ഇവരെ ഇങ്ങനെ മക്കളെ നോക്കുന്നില്ല. പലതവണ പോലീസ് അവിടെ പോയിട്ടുള്ളതും ഈ പരാതി മക്കളെ വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ ഉള്ളതാണ്. അങ്ങനെ ആദ്യം അവർ പൂർവ്വമിലാക്കാനൊക്കെ ശ്രമിച്ചു. പിന്നെ അതൊരു മകള് അത് തടയും. പിന്നെ മക്കളോട് മാറി നിൽക്കുകയായിരുന്നു. അവസാനം ഇവർ രണ്ടുപേരും നോക്കാതായി ഒരു വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ട് കേസെടുത്ത് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് ബന്ധുക്കളാരും ഈ ബോഡി ഏറ്റെടുക്കാൻ വന്നില്ല. പോലീസ് തന്നെ ഏറ്റെടുത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് പള്ളിയിൽ നാട്ടുകാരുടെ എല്ലാ സഹായത്തോടെ സംസ്കരിച്ചു. അട്ടപ്പള്ളം കോളനിയിൽ തനിച്ചായിരുന്നു അന്നക്കുട്ടിയുടെ ജീവിതം. ന്യൂസ് ബ്യൂറോ, കുമളി. ഉടുമ്പന്നൂർ തോട്ടത്തിൽ ജെയിംസിന്റെ ഭാര്യ റാണി ജെയിംസ് നിര്യാതയായി. 62 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10:30 ഭവനത്തിൽ ശുശ്രൂഷയ്ക്ക് ശേഷം ഉടുമ്പന്നൂർ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ. മക്കൾ ഫാദർ ആൻഡ്രൂ, ഡോൺ ബോസ്കോ ഹസൻ, ആൽഫിൻ, ആൽഫ്രഡ്. മരുമക്കൾ കോതമംഗലം വറങ്ങലക്കുടി ജീത്തു ജോസഫ്, കലൂർ പുതിയടത്ത് മീനു ജെയിംസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ 60-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എക്സിബിഷൻ ആരംഭിച്ചു. തൊടുപുഴ MLA PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ജീവനക്കാരും അധ്യാപകരും തൊടുപുഴയിൽ നടത്തിയ ഇടുക്കി ജില്ലാ മാർച്ചിൽ പ്രതിഷേധം അലയടിച്ചു. മാർച്ചിൽ 100 കണക്കിന് ജീവനക്കാരും അധ്യാപകരും അണിനിരന്നു. ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃയോഗം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. യോഗം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് വെങ്ങല്ലൂർ ആരവല്ലിക്കാവിൽ വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വിശ്വ ഹിന്ദു പരിഷത്ത് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് K. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.